രവി മേനോൻ ഒപ്പമുണ്ട്. നമസ്കാരം ശ്രീ രവി മേനോൻ. എങ്ങനെ സ്മരിക്കുന്നു ഈ അവസരത്തിൽ ഈ ഒരു ടി.കെ. ചാത്തുണ്ണി എന്ന വ്യക്തിത്വത്തെ? ചാത്തുണ്ണേട്ടൻ വളരെ ഒരു ഫുട്ബോൾ റിപ്പോർട്ടർ എന്ന നിലയിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് ധാരാളം താരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഫുട്ബോൾ പ്ലേയേഴ്സ്. കേരളത്തിന് പുറത്ത് എത്രയോ സംസ്ഥാനങ്ങൾ, കൽക്കട്ടയിലായാലും ഗോവയിലായാലും ഒക്കെ പോയി ഷൈൻ ചെയ്തിട്ടുള്ള താരങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കോച്ച്, ഒരു മലയാളി കോച്ച് കൽക്കത്തയിലും ഗോവയിലും ഒക്കെ ചെന്നിട്ട് അവിടുത്തെ ഒരു $1 മില്യൺ കോച്ചായിട്ട് മാറുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു അനുഭവമാണ്. ആ അനുഭവം അല്ലെങ്കിൽ ആ നേട്ടമാണ് ചാത്തുണ്ണിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത്. ഒരുപാട് കായിക മേളകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഒരുപാട് കായിക ഇനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ശ്രീ രവി മേനോൻ, ഈ ടി.കെ. ചാത്തുണ്ണി എന്ന് പറയുന്ന വ്യക്തിത്വവുമായി ഉള്ള ഒരു അനുഭവങ്ങൾ, അത് ഏതെങ്കിലും സന്ദർഭങ്ങളിൽ എടുത്തു പറയാവുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലൊക്കെ അദ്ദേഹം വിജയശ്രീ ലാളിതനായിട്ട് വരുന്ന അവസരങ്ങൾ പലപ്പോഴും ഞാൻ കളി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിജയിക്കുന്ന ടീമിന്റെ ഭാഗമായിട്ട് നിൽക്കുക, ഗാലറിയിലെ ലക്ഷക്കണക്കിന് ആരാധകർ അദ്ദേഹത്തിന് വേണ്ടി ആർത്തു വിളിക്കുന്നു. അതേസമയം മറ്റൊരു ദിവസം തോറ്റ ടീമിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ചോരയ്ക്ക് വേണ്ടി ആർത്തു വിളിക്കുന്ന ഗാലറിയുണ്ട് നമ്മൾ കാണാം. രണ്ട് തരത്തിലുള്ള ഭാവം, രണ്ട് തരത്തിലുള്ള വികാരങ്ങളാണ്. പക്ഷെ ഈ രണ്ട് അവസ്ഥയിലും ഒരിക്കലും മനസ്സാന്നിധ്യം നഷ്ടപ്പെടാതെയാണ് ചാത്തുണ്ണേട്ടൻ നിൽക്കുക. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട്, എങ്ങനെയാണ് ഈ ഒരേ ഭാവം പരാജയത്തിലും വിജയത്തിലും നിലനിർത്താൻ കഴിയുന്ന വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫുട്ബോൾ എന്നെ പഠിപ്പിച്ച അതാണ്. ഒരിക്കലും വിജയങ്ങളിൽ അഹങ്കരിക്കാതിരിക്കുക, പരാജയങ്ങളിൽ തകർന്നു പോകാതിരിക്കുക. അതിന് വിലപ്പെട്ട ഒരു പാഠം എന്നെ പഠിപ്പിച്ച അദ്ദേഹമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ ഔട്ട് സ്പോക്കൺ ആണ്. മനസ്സിൽ ഉള്ളത് വളരെ സുതാര്യമായിട്ടുള്ള വ്യക്തിത്വമാണ്. സാധാരണ കോച്ചുകളൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിരിക്കും, ഫുട്ബോൾ അസോസിയേഷനെതിരെ ഒന്നും അധികം പറയില്ല. പക്ഷെ ചില സമയത്ത് അദ്ദേഹം അങ്ങ് പൊട്ടിത്തെറിക്കുന്ന കാണാം. അത് പക്ഷെ വളരെ ഹ്രസ്വമായ സമയത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹം പഴയ ചാത്തുണ്ണിയായിട്ട് മാറും. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ക്രൂസൈഡർ ഉണ്ടായിരുന്നു. ഈ ഫുട്ബോളിലെ അഴിമതികൾക്കെതിരെയൊക്കെ നിന്ന് പൊരുതാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. പിന്നെ ഫൈറ്ററാണ്. കളിക്കളത്തിലാണെങ്കിൽ ഇപ്പോൾ വാസ്കോ എന്ന് പറയുന്ന ടീമിന്റെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള പ്രതിരോധ ഭടനര. അന്നത്തെ കാലത്ത് വാസ്കോ എന്ന് പറയുന്ന ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ടീമാണ്. കേരളത്തിലൊക്കെ എല്ലാ ടൂർണമെന്റുകളിലും താരങ്ങളാണ് അവർ. അപ്പൊ ആ ടീമിലെ അവരുടെ ഡിഫൻസിലെ കിങ് പിൻ എന്ന് പറയാവുന്ന ആള് ചാത്തുണ്ണിയേട്ടനാണ്. അപ്പൊ അതേ ഫൈറ്റിംഗ് സ്പിരിറ്റ് അദ്ദേഹം കോച്ച് എന്ന നിലയിലും നിലനിർത്തി എന്നുള്ളതാണ് പ്രത്യേകത.